ഈ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് മണലാരണത്തിൽ വെച്ച് പഠിച്ചിട്ട് 3 വർഷം പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിച്ചു ലോകത്തിന്റെ മറ്റൊരു ദിക്കിൽ. ആ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന സ്തേഫാനോസും പത്രോസും ഒക്കെ വേറെ ദിക്കിൽ ശുശ്രൂഷിക്കുന്നു. പരസ്പരം കാണാതെയും കേൾക്കാതെയും വ്യത്യസ്തമായ പല ദിക്കുകളിൽ ശുശ്രൂഷിച്ച 2, 3, 4 പേർ സ്നാനപ്പെടുത്തിയപ്പോൾ, പല ദിക്കുകളിൽ നിന്നും സ്നാനപ്പെടുത്തിയപ്പോൾ ഒരേ ആത്മാവിനാൽ, നോക്കൂ അപ്പോസ്തലപ്രവൃത്തി 19:5 നോക്കുക, അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. പരസ്പരം കാണാതെയും കേൾക്കാതെയും മാളിക മുറിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെയും മണലാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ച, പരിശുദ്ധാത്മാവ് ലഭിച്ച പൗലോസ് മറ്റൊരു ദിക്കിൽ സ്നാനപ്പെടുത്തിയപ്പോൾ തമ്മിൽ കണ്ടിട്ടില്ല. 3 ആണ്ട് കഴിഞ്ഞിട്ടാണ് കേഫാവ് പത്രോസിനെ കാണാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് വന്ന് കാണുന്നത്. അപ്പോഴേക്കും അതിനു മുമ്പ് 2 പേരും വ്യത്യസ്തമായി നിന്നപ്പോൾ ഇതാ 1 കൊരിന്ത്യർ 12:13 ഏക ശരീരം, ക്രിസ്തു എന്ന സഭ ഏക ശരീരം, ദൈവസഭയുടെ അംഗമാകണോ? അവന്റെ പാപം കുഴിച്ചിട്ട് മാനസാന്തരപ്പെട്ട് പാപം മോചിക്കപ്പെട്ട് യേശുക്രിസ്തു എന്ന ദൈവസഭയുടെ അംഗമാകുന്നത് അവൻ മാത്രം. ഇത് ലജ്ജയില്ലാതെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഈ കോടിക്കണക്കിന് നോഹയുടെ കാലത്തെ പോലത്തെ ജനത്തെ നോക്കിക്കൊണ്ട് അയ്യോ അതൊക്കെ പറയുന്ന മോശമല്ലേ, ഇത്രയും പേരെ ദൈവം കൊല്ലോ, നോഹയുടെ കാലത്ത് തന്നെ ഇത്രയും പേരെ കൊല്ലോ ഇല്ല. ആ പെട്ടകം നോക്കൂ, വെറും 8 പേരെ കൊള്ളാവുന്ന പെട്ടകത്തിന്റെ അളവ് കൊടുത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്തിൽ എല്ലായിടത്തും പോയി പറയുന്നത്. ഇവിടെ ഇന്ത്യ